ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു 20 പാനൽ അനാർക്കലി സൽവാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ഇൻസ്റ്റയിൽ കുറച്ച് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻ്റായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വേണം, കട്ടിങ് സ്റ്റിച്ചിങ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 10 മീറ്റർ ചന്തേരി സിൽക്കാണ് എടുത്തിട്ടുള്ളത്. പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ വേറൊരു പേപ്പറും കൂടി ടാപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടി. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളാദ്യം ചെസ്റ്റ് റൗണ്ട് പ്ലസ് 2 ഇഞ്ച് ലൂസ്, അതുപോലെ തന്നെ 4 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാനലിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 35 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസും അതുപോലെ 4 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തപ്പോൾ നമുക്ക് 41 ഇഞ്ച് കിട്ടി. അതിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20 എന്ന് വെച്ചാൽ നമ്മുടെ പാനലിൻ്റെ നമ്പർ ഓഫ് പാനലാണ് ഈ 20 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.05 ആണ്. അതായത് ഇപ്പോൾ ഒരു പാനലാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇപ്പോൾ 2.5. അപ്പോൾ നമുക്കിനി താഴത്തെ എത്ര വീതി വേണമെന്ന് നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് ക്ലോത്ത് ഉള്ളതിനനുസരിച്ചും നമുക്ക് എത്ര ഫ്ലെയർ വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് 4 മടങ്ങ്. അപ്പോൾ നമുക്ക് 2.05നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 8.2 ആണ്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് 2.05ഉം താഴെ 8.2ഉം. ഇതുവരെ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ 2.05 എന്ന് പറയുമ്പോൾ 1 ഇഞ്ചാണ് വരിക. അപ്പോൾ നല്ല തിന്നായിട്ടാവും ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിപ്പോൾ ആ 2.05നെ മുകൾ ഭാഗത്തിന് ഞാൻ 2.5 എന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5ൻ്റെ ഹാഫ് നമ്മൾ കാണാം. അപ്പോൾ എത്രയാണ്? 1.25, 1.25 ഇഞ്ചാണ്. അപ്പോൾ ആ 1.25 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഈ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ പേപ്പർ ഇട്ടിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട്, അതായത് നമ്മളുടെ വേസ്റ്റിൻ്റെ ആ യോക്കിൻ്റെ എൻഡ്, അതായത് വേസ്റ്റ് റൗണ്ട് വരെ 15 ഇഞ്ച് വരെ നമ്മൾ ആ സെയിം വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 1.25, 15 ഇഞ്ച് ലെങ്ത്ത് വരെ നമ്മൾ 1.25ലാണ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് നമുക്ക് താഴോട്ട് നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴോട്ട് നമ്മൾ 8 ഇഞ്ചാണ് നമ്മളുടെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മളത് 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ 15 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്ത് നമ്മൾ എത്രയാണോ ലെങ്ത്ത്, ഇതിപ്പോൾ ഈ പേപ്പറിന് ഇത്ര ലെങ്ത്ത് ഉള്ളൂ. നമുക്ക് ഫാബ്രിക്കിലാകുമ്പോൾ നമ്മളുടെ ലെങ്ത്തിനനുസരിച്ച് അത്രയും ലെങ്ത്തിൽ നമ്മളിതിങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വരച്ചെടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ എഴുതി വയ്ക്കുന്നുണ്ട് 1.25, താഴെ 4 ഇഞ്ച്. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കറിയാം 2.5 മുകൾ ഭാഗത്തും താഴെ 8 ഇഞ്ചുമാണ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാബ്രിക്കിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കണം. ഫാബ്രിക് നമുക്ക് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത്? 48 ഇഞ്ചാണ് ഞാൻ ഈ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ 3ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. 3ആയിട്ടെന്ന് വെച്ചാൽ നോർമലി നമ്മൾ സൽവാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇടുന്ന പോലെ ഇതിപ്പോൾ ഒരു 3, ആ സമയത്ത് നമ്മൾ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് ഇടാറുള്ളത്. അപ്പോൾ 2 പീസേ ഉണ്ടാവുള്ളൂ. ബാക്ക് പീസും ഫ്രണ്ട് പീസും ആയിട്ട് 2 പീസാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു പീസും കൂടി ഇട്ടിട്ട് 48 ഇഞ്ച് ലെങ്ത്തിൽ അത്രയും ഫാബ്രിക് കൂടി ഉണ്ടാവും. അതായത് 3 ലെയറായിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. നമ്മൾ നോർമലി കട്ട് ചെയ്യുമ്പോൾ 2 ലെയറായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കുമാണ് എടുക്കുക. അതുപോലെ ഒരു പീസും കൂടി എക്സ്ട്രാ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ ഈ ഒരു പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 പീസാണ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു അളവിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 പീസാണ് കിട്ടുക. അതിനുശേഷം നമ്മളിത് നിവർത്തി വെച്ചിട്ട് ബാക്കിയുള്ള പീസസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും എല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണിത്. പാനൽ സൽവാർ എന്ന് പറയുമ്പോൾ ഇത് എത്ര തടിയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ തിന്നായിട്ട് അധികം തടിയില്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്.
ഇതിൻ്റെ ഫിറ്റിംഗ് ആണ് കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമുക്കിതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ട് എത്ര പാനൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. പാനലിന് നമുക്ക് ഈ ഒരു സൽവാറിന് നല്ല വിരിവ് വേണമെന്നാണ് അടിഭാഗത്തുനിന്നെങ്കിൽ നമുക്ക് അടിഭാഗത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് വിടുത്തെടുത്താൽ നമുക്ക് അത്രയും ഫ്ലെയർ കിട്ടും. ഇപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ഒക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ മെറ്റീരിയൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റിലും എല്ലാം വ്യത്യാസം വരും. അപ്പോൾ വേണ്ടവർ നമ്മളെ DM ചെയ്യാം. അതുപോലെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് ഈ പാനലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്കിത് ഈ പാനൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് ലോക്ക് ചെയ്തും കൂടിയും കൊടുക്കണം. അല്ലെങ്കിൽ പിന്നീട് സ്റ്റിച്ചിങ്ങിന് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നോർമൽ നമ്മൾ ലോക്ക് ചെയ്യുന്ന പോലെ ഇതിൽ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുമിച്ച് ലോക്ക് ചെയ്ത പോലാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പീസ് പോലെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 10 മീറ്റർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ബോട്ടും ഷോളും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസും ജോയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗീവ് അവേനെ കുറിച്ചിട്ട്. 5K സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മളൊരു 3 പാനൽ സൽവാർ സെറ്റ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ലോട്ടിട്ടെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ആരാവും വിന്നർന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മളുടെ മെഷർമെൻറ്റ്സൊക്കെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നോർമലി നമ്മൾ ഷോൾഡറും ആം ഹോളൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഷോൾഡറായിട്ട് വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ടായിട്ട് 35 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്താണ് പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അങ്ങോട്ട് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗം അത്രയും ഈ ഷേപ്പിൻ്റെ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളൂ, ബാക്കിയൊന്നും കട്ട് ചെയ്തെടുക്കാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ എ ലൈൻ ലൈനിങ് ആണ് കൊടുക്കുന്നത്. ലൈനിങ് നമ്മൾ എ ലൈനായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൂടി എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സിമ്പിളായിട്ട് ഈ പാനൽസൊക്കെ ജോയിൻ ചെയ്യുന്ന ഇത് ഒഴിച്ചാൽ പിന്നെ ഈ ഒരു സൽവാർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എ ലൈനായിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോളായിട്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ മിഡ് വേസ്റ്റ് റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് നമ്മൾ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ സ്ലോപ്പും എല്ലാം ഷേപ്പും ഒക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നോർമലി നമ്മളെങ്ങനെയാണ് ഒരു ലൈൻ കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും പാനൽസ് ഇല്ലെങ്കിൽ ഒരു 3 പാനലായിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് നമ്മൾ വീനെക്കായിട്ടും അതുപോലെ ബാക്ക് നെക്ക് നമ്മൾ റൗണ്ട് നെക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീനെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 7 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് നെക്ക് നമ്മളൊരു 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ 3.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ലൈനിങ്ങും ക്യാൻവാസും എല്ലാം സ്റ്റിച്ച് ചെയ്ത് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഈ പാനൽസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം.
അല്ലെങ്കിൽ എന്നാലാണ് അത് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ അയണിങ്ങിനനുസരിച്ചിട്ടാണ് ഓരോ ഡ്രസ്സിൻ്റെയും ഭംഗി നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത് ചന്ദേരി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ ഇട്ടാൽ ഇത് നമ്മുടെ ഇട്ടു എന്നുള്ളൊരു ഫീല് പോലും ഇല്ലാത്ത അത്രയും സുഖമായിട്ട്, ഇനിയിപ്പോൾ നമുക്ക് ചൂടൊക്കെയാണ് വരുന്നത് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ്. പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണിത്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ചെറിയൊരു ലൈസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അധികം വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു പിന്നെ വേണമെങ്കിൽ ലേസ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലേസും കൂടി നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഷേപ്പൊന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ കുറച്ച് വേസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈനിങ്ങും പിന്നെ മെയിൻ ഫാബ്രിക്കും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നോർമലി ഫോൾഡ് ചെയ്യുന്ന പോലെ അല്ല, അപ്പോൾ നമ്മളിത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇത് മറിച്ച് കൊടുക്കാറ്. ഇപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനൊന്നും പാടില്ല. നല്ല പിൻ കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ഒരു സൈഡ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ഈ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മറിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് മടക്കി അടിക്കലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് മടക്കി അടിച്ചതിന് ശേഷം മറ്റേ സൈഡ് നമ്മൾ ടോപ്പിൻ്റെ എൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് നല്ലപോലെ അയൺ ചെയ്തും കൊടുക്കണം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും വലിച്ച് പിടിച്ചടിക്കാൻ പാടില്ല. എന്ന് കൂടുതൽ ഇങ്ങനെ വലിച്ച് പിടിച്ചടിച്ചാൽ ചുളുങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കോയിൻ ലേസാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ലേസ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലായിട്ട് ആ ലേസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ കൂടിയാണ് കേട്ടോ അത്, ചെറിയ റെഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനും എല്ലാം ഇതുപോലെയുള്ള മോഡൽസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടവർ നമ്മളെ DM ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ റൗണ്ടായിട്ട് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 8.5 മീറ്റർ കൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലേസ്. അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ ഷോളിലും ടോപ്പിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമ്മൾ ഈ ഒരു ടൈപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ലേസൊക്കെ വേണ്ടി വരും. ഇതാണ് നമ്മളുടെ സൽവാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നമ്മളൊരു ഷോളും അതുപോലെ തന്നെ ഒരു പാൻറ്റും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഷോളിലും നമ്മളിതുപോലെ ചെറിയ സീക്വൻസ് ലേസിൻ്റെ ഒരു ബോർഡറും അതുപോലെ ഈ കോയിൻ ലേസ് 2 സൈഡിലായിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ നമ്മൾ ഗിവ് ആൻഡ് വേൻ്റെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ലോട്ടിട്ടെടുക്കുന്ന ആളിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് ആൾക്ക് നമ്മൾ 3 പാനൽ സൽവാർ സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.